നമസ്കാരം, ഞാൻ ഡോക്ടർ ഗോപിക, ക്രാഫ്റ്റ് ഹോസ്പിറ്റലിലെ പീഡിയാട്രീഷ്യനാണ്. ഇന്ന് വേൾഡ് ഇമ്മ്യൂണൈസേഷൻ ഡേയുടെ ഭാഗമായിട്ട് നമ്മൾ ഇമ്മ്യൂണൈസേഷൻ അഥവാ പ്രതിരോധ കുത്തിവയ്പ്പിനെ കുറിച്ച് സംസാരിക്കാനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പ്രതിരോധ കുത്തിവയ്പ്പ് എന്താണ്, നമ്മൾ കുട്ടികൾക്ക് എടുക്കുന്ന പ്രതിരോധ കുത്തിവയ്പ്പ് എന്താണ്, അതിൻ്റെ ആവശ്യം, ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവും ഒരു വൈഡ് റേഞ്ച് ഓഫ് ആൾക്കാരിലേക്കും ഇമ്മ്യൂണിറ്റി പവർ എത്തിക്കാൻ വേണ്ടിയും രോഗപ്രതിരോധ ശക്തി ഉണ്ടാക്കാൻ വേണ്ടിയുമാണ് നമ്മുടെ ഗവൺമെൻറ് അല്ലെങ്കിൽ കൂട്ടായി നമ്മുടെ മെഡിക്കൽ ടീംസ് എല്ലാവരും ഇമ്മ്യൂണൈസേഷനെ പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇമ്മ്യൂണൈസേഷനെ സംബന്ധിച്ച് പേരൻസിന് കുറേയധികം കൺസേൺസ് ഉണ്ട്. എപ്പോഴും ഒരു വെൽ ബേബിയാണ് നമ്മൾ ഇമ്മ്യൂണൈസേഷന് വേണ്ടി കൊണ്ടുവരുന്നത്. യൂഷ്വലി നമ്മൾ ഹോസ്പിറ്റലിൽ എപ്പോഴും എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ കുട്ടിക്ക് എന്തെങ്കിലും ഉണ്ടാകുമ്പോഴാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇമ്മ്യൂണൈസേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് പേരൻസിലേക്ക് എത്തിക്കുന്നത്. പേരൻസിൻ്റെ വളരെ വലിയൊരു കൺസേൺ ആണ് ഏത് തരം ഇമ്മ്യൂണൈസേഷൻ അല്ലെങ്കിൽ എന്ത് ഇമ്മ്യൂണൈസേഷനാണ് ഞാൻ കുട്ടികൾക്ക് എടുത്തു കൊടുക്കേണ്ടത്. അപ്പോൾ അതാത് ഏജ് ഗ്രൂപ്പിന് വേണ്ടി ജനിക്കുമ്പം മുതൽ ഒരു 15 വയസ്സ് വരെ നമ്മളുടെ ഗവൺമെൻറ് ഫിക്സ്ഡ് ആക്കിയിട്ടുള്ള ഇമ്മ്യൂണൈസേഷൻ പാറ്റേൺസ് ഉണ്ട്. അത് അതാത് കൺട്രിക്ക് ആ കൺട്രിയിലെ ഇൻഫെക്ഷൻസും അതിൻ്റെ പ്രിവലൻസും അതാത് കൺട്രിയിൽ ഈ ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന സ്ട്രെയിൻസിനെയും അടിസ്ഥാനമാക്കിയായിരിക്കും വാക്സിനേഷൻസ് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യയിൽ നമുക്കിപ്പോൾ ഉള്ളത് നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളും ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സിൻ്റെ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളും ആണ് ഉള്ളത്. അപ്പോൾ നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ ബെയർ മിനിമം വാക്സിനേഷൻസ്, അതായത് നമ്മളുടെ ഒന്നുമില്ലെങ്കിൽ ഇത്രയുമെങ്കിലും വാക്സിനേഷൻസ് കുട്ടികൾക്ക് എത്തിക്കണം എന്ന ഒരു ഐഡിയയുമായിട്ട് നമ്മളുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഉണ്ടാക്കിയിരിക്കുന്ന PHC സബ് സെൻറ്റേഴ്സിലും ഗവൺമെൻറ് ഹോസ്പിറ്റലിലും കിട്ടുന്ന വാക്സിനേഷനാണ് നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതും നമ്മുടെ ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സിൻ്റെ വാക്സിനേഷൻ തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഓപ്ഷണൽ വാക്സിനേഷൻസ് ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കംപ്ലീറ്റ് വാക്സിനേഷൻ പാക്കേജാണ് IAP പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. മിനിമം നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളിലെങ്കിലും നമ്മൾ കുട്ടികളെ വാക്സിനേറ്റ് ചെയ്യേണ്ടതാണ്. പിന്നെ പേരൻസിൻ്റെ ഒരു കൺസേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വാക്സിനേഷനും കുത്തുന്ന വാക്സിനേഷനാണോ, കുട്ടികൾക്ക് വേദന ഉണ്ടാകുമോ, അല്ലെങ്കിൽ ഇത്രയും വാക്സിനേഷൻ എടുക്കുന്നത് കൊണ്ട് എൻ്റെ കുട്ടികൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമോ എന്നുള്ളത്. വാക്സിനേഷൻ എന്ന കാര്യം കൊണ്ട് നമ്മൾ കുറേ അധികം രോഗങ്ങളെ ഇറാഡിക്കേറ്റ് ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. നമുക്ക് വസൂരി അഥവാ സ്മോൾ പോക്സ് എന്ന വലിയൊരു മാറാരോഗത്തെ മറികടക്കാൻ പറ്റിയത് വാക്സിനേഷൻ കൊണ്ടാണ്. അപ്പോൾ വാക്സിനേഷൻ അങ്ങനെ കുറേ ഭയങ്കര ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള ഡിസീസസ് അല്ലെങ്കിൽ വാക്സിനേഷൻ കൊണ്ട് ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള ഡിസീസസിനെ നമുക്ക് മറികടക്കാൻ പറ്റും. അപ്പോൾ ഈ വാക്സിനേഷൻ കൊടുക്കുന്നതിൽ ചില വാക്സിനേഷൻസ് കുത്തിവയ്പ്പുകളായിട്ട് എടുക്കാറുണ്ട്. പോളിയോ, ഇൻഫ്ലുവൻസ, അതുപോലെ തന്നെ ടൈഫോയിഡ് മുതലായ വാക്സിനേഷൻസ് നമ്മൾ സാധാരണ ഓറലായിട്ടും കൊടുക്കാറുണ്ട്. വേറെ ഒരു സംശയം അമ്മമാർ ചോദിക്കുന്നത് പറഞ്ഞാൽ 6-ാം മാസത്തിൽ അല്ലെങ്കിൽ ഒരു 9-ാം മാസത്തിലെ വാക്സിനേഷനിൽ എൻ്റെ കുട്ടിക്ക് പനി ആയതുകൊണ്ട് ഞാൻ ആ വാക്സിനേഷൻ എടുത്തിട്ടില്ല, ഇനി എനിക്ക് എടുക്കാൻ പറ്റുമോ? തീർച്ചയായും എടുക്കാൻ പറ്റും. നമ്മൾ വാക്സിനേഷൻ ഒരു ഏജ് കൊടുത്തിരിക്കുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ആ വാക്സിനേഷൻ കൊടുക്കുന്ന ഏജ് ഗ്രൂപ്പ് അതിൻ്റെ ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാനുള്ള ടൈം, അതുപോലെ തന്നെ ആ അസുഖം വരാനുള്ള സാധ്യത ആ ഏജ് ഗ്രൂപ്പിലായിരിക്കും ഉണ്ടാവുക. അതനുസരിച്ചാണ് നമ്മൾ ഏജസ് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ കുട്ടി ആ വാക്സിനേഷൻ എടുക്കാൻ കുറച്ച് വൈകിയാലും ആ വാക്സിനേഷൻ എടുത്തിരിക്കണം. അപ്പോൾ നിങ്ങൾ പീഡിയാട്രീഷ്യനെ കണ്ട് തൊട്ടടുത്ത് ഏത് ഡേറ്റിൽ നിങ്ങൾക്ക് വാക്സിനേഷൻ എടുക്കാമെന്ന് ചോദിക്കും. സോ ഹോസ്പിറ്റലിൽ വരുന്ന ആൾക്കാരോട് നമ്മൾ പറയുന്ന കാര്യങ്ങളുണ്ട്. കുറച്ച് വാക്സിനേഷൻ പ്രിപ്പയർഡ്നെസ്, നിങ്ങൾ നിങ്ങളുടെ വാക്സിനേഷൻ ബുക്ക് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. ഡോക്ടറിൻ്റെ അടുത്ത് വരുമ്പോൾ വാക്സിനേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ്, വെയിറ്റ് മുതലായവ ചെക്ക് ചെയ്ത് ആ ബുക്ക് കൊണ്ടുവരിക. ചില വാക്സിനേഷനിൽ ചില കുട്ടികൾക്ക് പനി മുതലായ അസ്വസ്ഥതകൾ ഉണ്ടാകാം. പനി, വേദന, അമിതമായ കരച്ചിൽ എന്ന് കരുതി നമ്മൾ വാക്സിനേഷൻ എടുക്കാതെ ഇരിക്കരുത്. ഹൈ ഗ്രേഡ് ഫീവർ അല്ലെങ്കിൽ ഫിറ്റ്സ്, കഴിഞ്ഞ പ്രാവശ്യം വാക്സിനേഷനോടനുബന്ധിച്ച് എന്തെങ്കിലും ആവശ്യമില്ലാത്ത കോംപ്ലിക്കേഷൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഡോക്ടറോട് പറയുക. ലാസ്റ്റ് വാക്സിനേഷൻ എടുത്തതും ഇനിയുള്ള വാക്സിനേഷൻ എന്തൊക്കെയാണെന്നും അടുത്ത ഏജിനുള്ള വാക്സിനേഷൻ എന്തൊക്കെ കൊടുക്കാമെന്നും ഏതൊക്കെ വാക്സിനേഷൻ ഒരുമിച്ച് കൊടുക്കാം, എന്നൊക്കെ കൊടുക്കാം എന്നുള്ളതും ചോദിച്ച് മനസ്സിലാക്കുക. കുട്ടിക്ക് ആ സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അതും ഡോക്ടറോട് പറയാൻ ശ്രദ്ധിക്കുക. വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ തൊണ്ണിവീക്കം അഥവാ മംസിൻ്റെ ഒരു സമയമാണ്. അതായത് ആ ഒരു അസുഖം ഇപ്പോൾ കമ്മ്യൂണിറ്റിയിൽ വലുതായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ടാണ്, നമുക്ക് ഗവൺമെൻറ്റിൽ നിന്ന്
നിന്ന് MR എന്ന വാക്സിനേഷൻ മാത്രമേ കിട്ടിയിട്ടുള്ളൂ, നമുക്ക് MMR എടുക്കാം, അല്ലെങ്കിൽ ഇനി എടുത്താൽ പ്രൊട്ടക്ഷൻ കിട്ടുമോ? യെസ്, തീർച്ചയായിട്ടും പ്രൊട്ടക്ഷൻ കിട്ടും. നിങ്ങൾ MR അവിടെ എടുത്തിട്ടുണ്ടെങ്കിലും അടുത്ത് ഉള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ MMR അവൈലബിൾ ആണെങ്കിൽ അവിടെ പോയി അത് എടുക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ പലർക്കും ഉള്ള ഒരു സംശയമാണ്, നമ്മൾ പോളിയോ ഓൾറെഡി നമ്മുടെ ഇമ്മ്യൂണൈസേഷനിൽ കൊടുത്തിട്ടുണ്ട്, പക്ഷെ പലപ്പോഴും പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ എന്ന പേരിൽ നമ്മളുടെ കമ്മ്യൂണിറ്റിയിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പൾസ് പോളിയോ ക്യാമ്പയിൻ വരാറുണ്ട്. ആ സമയത്ത് കുട്ടികൾക്ക് ആ പൾസ് പോളിയോ ഓൾറെഡി പോളിയോ എടുത്ത കുട്ടികൾക്ക് ഇത് കൊടുക്കാമോ? യെസ്, നമ്മൾ എപ്പോഴും വാക്സിനേഷൻസ് അല്ലെങ്കിൽ ഇമ്മ്യൂണൈസേഷൻസ് ഇൻഡിവിജ്വൽ സപ്പോർട്ടിന് വേണ്ടി അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടിയാണ് നമ്മളുടെ കുട്ടികൾക്ക് കൊടുക്കുന്നത്. പക്ഷേ കമ്മ്യൂണിറ്റി ഇമ്മ്യൂണിറ്റി, അതായത് എല്ലാ കുട്ടികൾക്കും ഒരുമിച്ച് ഇമ്മ്യൂണിറ്റി വരേണ്ട കുറച്ച് അസുഖങ്ങളുണ്ട്. അതിലൊന്നാണ് പോളിയോ. നമ്മളതിനെ ഇറാഡിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മളുടെ കുട്ടിക്ക് ഓൾറെഡി പോളിയോ കൊടുത്തിട്ടുണ്ടെങ്കിലും ഈ മാസ് ക്യാമ്പയിനുകൾ, അതായത് പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ ക്യാമ്പയിനുകൾ നിങ്ങളുടെ വീട്ടിനടുത്ത് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ കുട്ടികൾക്ക് അത് കൊടുക്കണം. അതുവഴി ഒരു ഹേർഡ് ഇമ്മ്യൂണിറ്റി നമ്മൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ വാക്സിനേഷൻസ് 3 തരമാണുള്ളത്. ഒന്ന് നമ്മുടെ ലൈവ് വാക്സിനേഷൻ, അതായത് ആ അസുഖം ഉണ്ടാക്കുന്ന ജേംസിനെ തന്നെ ലോ ക്വാണ്ടിറ്റിയിൽ ആ വാക്സിനുള്ളിൽ വെച്ചിരിക്കുന്നത്. ഈ വാക്സിനേഷൻസ് എടുക്കുമ്പോഴാണ് സാധാരണഗതിയിൽ ചെറിയ പനികൾ ഉണ്ടാവുന്നത്. 2 ഇനാക്റ്റീവ് വാക്സിനേഷൻ, അതായത് ആ വൈറസോ അല്ലെങ്കിൽ ആ അസുഖം ഉണ്ടാകുന്ന ആ ഓർഗാനിസത്തിനെ ഇനാക്റ്റീവ് ആക്കി അതിനകത്ത് വയ്ക്കുക. 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിൽഡ്. അപ്പോൾ ഇതിൽ ചേർക്കുന്ന പലപ്പോഴും അഡ്ജുവൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ട്, ഷെൽഫ് ലൈഫ് കൂട്ടാനും അതിൻ്റെ പോട്ടൻസി കൂട്ടാനും ഒക്കെ വെക്കുന്നത്. ആ കെമിക്കൽസിനോടും ചിലപ്പോൾ കുട്ടികൾക്ക് അഡ്വേഴ്സ് റിയാക്ഷൻസ് വരാറുണ്ട്. അതുവഴിയാണ് ഈ പനി ഒക്കെ കുട്ടികളിൽ കാണുന്നത്. ഇതിനൊന്നും നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല എന്നറിയുന്നത് ഈ കമ്പണൻസിനെ കുറിച്ച് കൂടുതൽ അറിയുമ്പോഴാണ്. ഈ കിൽഡ് വാക്സിനേഷൻസ് ലൈവ് വാക്സിനേഷൻസിലൊക്കെ വ്യത്യാസം വരുന്നത്, ചില വാക്സിനേഷൻസ് കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് ലൈഫ് ലോങ് ഇമ്മ്യൂണിറ്റി ആ വാക്സിനേഷനിലൂടെ കിട്ടും. പലരും പറയാറുണ്ട്, എൻ്റെ കുട്ടിക്ക് ചിക്കൻ പോക്സിൻ്റെ വാക്സിനേഷൻ എടുത്തിരുന്നു പക്ഷേ എന്നിട്ടും ചിക്കൻ പോക്സ് വന്നു എന്നുള്ളത്. യെസ്, അങ്ങനെ വരാം, ചില കേസുകളിൽ വരാം. പക്ഷേ ആ ചിക്കൻ പോക്സിൻ്റെ ഇൻറ്റൻസിറ്റി പലപ്പോഴും വാക്സിൻ എടുക്കാത്തൊരു കുട്ടിയെക്കാട്ടിയും കുറവായിരിക്കും. അപ്പോൾ വാക്സിനേഷൻ എടുക്കുന്നത് തന്നെയാണ് എപ്പോഴും ഇങ്ങനത്തെ ഉള്ള അസുഖങ്ങൾക്ക് നല്ലത്. വാക്സിനേഷൻ എടുത്തു കഴിഞ്ഞ് ചില കുട്ടികളിൽ പനി ഉണ്ടാവാറുണ്ട്, ഹൈ ഗ്രേഡ് ഫീവർ ഉണ്ടാവാറുണ്ട്. അഥവാ ഈ ഫീവർ സബ്സൈഡ് ചെയ്യുന്നില്ല, കുട്ടി നിർത്താതെ കരയുന്നു, നിങ്ങൾക്ക് കൺസോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ കരയുന്നു, ഫിറ്റ്സ് അല്ലെങ്കിൽ അബ്നോർമലായിട്ട് എന്തെങ്കിലും കുട്ടിയിൽ കാണുകയാണെങ്കിൽ നിങ്ങൾ ഡോക്ടറിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരിക. പക്ഷേ ഇതൊന്നും തന്നെ വാക്സിനേഷൻ എടുക്കുന്നതിൽ നിന്ന് നിങ്ങളെ പ്രിവെൻറ്റ് ചെയ്യുന്നില്ല. ഇതൊന്നും വാക്സിനേഷൻ എടുക്കുന്നതിൽ തടസ്സവുമാകുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് വാക്സിനേഷനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ കുട്ടിയെ വാക്സിനേറ്റ് ചെയ്യാൻ നിങ്ങൾ മാക്സിമം ശ്രമിക്കുക. അങ്ങനെ ഒരു രോഗവിമുക്ത സമൂഹമാകാനായിട്ട് നമുക്ക് എല്ലാവർക്കും ഒത്തുപിടിക്കാം. Craft Fertility Center, caring couples.